UAE ദേശീയ ദിനത്തിന് മുന്നോടിയായി ഷാർജയിൽ ബ്ലാക്ക് പോയിന്റുകൾ റദ്ദാക്കൽ പ്രഖ്യാപിച്ചു. ഒരു നിശ്ചിത കാലയളവിൽ അടയ്ക്കുന്ന ട്രാഫിക് പിഴകൾക്കുള്ള ബ്ലാക്ക് പോയിന്റുകൾ റദ്ദാക്കുന്ന സംരംഭമാണ് ഷാർജ പോലീസ് പ്രഖ്യാപിച്ചത്. ഗുരുതരമായ നിയമലംഘനങ്ങൾ ഈ നടപടിയിൽ ഉൾപ്പെടുന്നില്ലെന്ന് ഷാർജ പോലീസിലെ ട്രാഫിക് ആൻഡ് പെട്രോൾ വകുപ്പ് ഡയറക്ടർ പറഞ്ഞു. ഷാർജ പോലീസിലെ ട്രാഫിക് ആൻഡ് പെട്രോൾസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ ഖാലിദ് മുഹമ്മദ് അൽ ഖത്ത് അൽ മുബാഷിർ റേഡിയോ പരിപാടിയിൽ ഈ സംരംഭം പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 2025 ഡിസംബർ 1 മുതൽ 2026 ജനുവരി 10 വരെയുള്ള കാലയളവിൽ ഗുരുതരമായ നിയമലംഘനങ്ങൾ ഒഴികെ എമിറേറ്റിലെ നിയമലംഘനങ്ങൾക്ക് ട്രാഫിക് പോയിന്റുകൾ റദ്ദാക്കുന്നതിനുള്ള ഒരു സംരംഭം ഞങ്ങൾ 54ാമത് യൂണിയൻ ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കുന്നു. 2025 ഡിസംബർ 1 മുൻപ് നടത്തിയ നിയമലംഘനങ്ങൾക്ക് ട്രാഫിക് പോയിന്റുകൾ റദ്ദാക്കപ്പെടും. നിയമലംഘനം നടന്ന തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ പണമടച്ചാൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് 35% കിഴിവ് തുടരുമെന്നും ഷാർജ പോലീസ് വ്യക്തമാക്കി. വർഷാവസാനം ഉണ്ടാകാനിടയുള്ള യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കാൻ സജ്ജമായി UAE വിമാനത്താവളങ്ങൾ. ഡിസംബർ 31 വരെയാണ് തിരക്കേറിയ കാലമായി കണക്കാക്കുന്നത്. ദുബായ് എയർപോർട്ടിൽ മാത്രം 1 കോടി യാത്രക്കാർ വിമാനത്താവളത്തിലൂടെ കടന്നുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAE ദേശീയ ദിനത്തോടനുബന്ധിച്ചുള്ള നീണ്ട വാരാന്ത്യത്തോടെ തിരക്ക് ആരംഭിക്കും. ഈ സമയത്ത് പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 2,94,000 കവിയുമെന്നും ഡിസംബറിൽ ഇത് 3 ലക്ഷം കടക്കുമെന്നും എയർപോർട്ട് അധികൃതർ അറിയിച്ചു. ബയോമെട്രിക് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നത്. ദേശീയ ദിനം, ശൈത്യകാലം, ക്രിസ്മസ്, പുതുവർഷം തുടങ്ങിയ ചേർത്ത് 1 മാസത്തിലേറെ അവധിക്ക് വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം കൂടുന്നതിനാലാണ് വിമാനത്താവളങ്ങളിലെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തിയത്. തിരക്ക് കണക്കിലെടുത്ത് യാത്രക്കാർ പൊതുഗതാഗത സംവിധാനങ്ങളായ മെട്രോ, ബസ്, ടാക്സി എന്നിവ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർ നേരത്തെ പുറപ്പെടണമെന്നും ഓർമ്മിപ്പിച്ചു. സുഗമമായ യാത്ര ഉറപ്പാക്കാൻ അബുദാബി, ദുബായ്, ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ, അലൈൻ രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കളും സൈക്കോട്രോപിക് വസ്തുക്കളും നിയന്ത്രിക്കുന്നതിനായി കുവൈത്തിൽ പുതിയ നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 2 ആഴ്ച ശേഷം ഈ നിയമം പ്രാബല്യത്തിൽ വരും. ലഹരി വസ്തുക്കളും സൈക്കോട്രോപിക് വസ്തുക്കളും കൈകാര്യം ചെയ്യുന്നതിനും അവയുടെ ഉപയോഗവും കടത്തും നിയന്ത്രിക്കുന്നതിനുമായി കുവൈത്തിൽ പുതിയ നിയമം വരുന്നു. 13 അധ്യായങ്ങളിലായി 84 ആർട്ടിക്കിളുകളാണ് പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ ബന്ധപ്പെട്ട മന്ത്രി പുറപ്പെടുവിക്കണമെന്ന് ആർട്ടിക്കിൾ 82 നിഷ്കർഷിക്കുന്നു. പഴയ നിയമങ്ങൾ റദ്ദാക്കൽ ലഹരി വസ്തുക്കളെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട 1983 നിയമം നമ്പർ 74, സൈക്കോട്രോപിക് വസ്തുക്കളുമായി ബന്ധപ്പെട്ട 1987 നിയമം നമ്പർ 48, കൂടാതെ ഈ പുതിയ നിയമവുമായി വൈരുദ്ധ്യമുള്ള മറ്റെല്ലാ വ്യവസ്ഥകളും ആർട്ടിക്കിൾ 83 പ്രകാരം റദ്ദാക്കപ്പെടും. NTV UAE to the world.